ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇന്ന് വോട്ട് ചെയ്യാനൊക്കെ പോയി, വോട്ട് ചെയ്തിട്ട് അങ്ങനെ വന്നു. അപ്പോൾ രാവിലത്തെ ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു വേഗം പോയിട്ട് വേഗം വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്ക് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് പണി ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരുപാട് ജോലികൾ ഇന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആർക്കും എവിടെയും പോകാനില്ലല്ലോ, പക്ഷെ അതൊക്കെ ഇനി നടക്കും അറിയില്ല. വെയിൽ വന്നു, രാവിലെ പോയതാണ്, പക്ഷെ ഒരുപാട് തിരക്കായിപ്പോയി. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ഉപ്മാവാണ്, ഞാനത് കാണിച്ചു തരാം കേട്ടോ. രാവിലെ ചോളം കൊണ്ട് ഉപ്മാവും പിന്നെ പഴവും പപ്പടമാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി വെച്ചത്. പപ്പടം എനിക്ക് പാത്രം തുറക്കാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ ഇതെല്ലാം കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ സമയം 9 മണിയായി, 7-7:15 പോയതാണ് ഞങ്ങൾ. അപ്പം ഇപ്പോഴാണ് എത്തിയത് കേട്ടോ. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ജോലികളുണ്ട്. ആവുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ അരിക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ. ഒന്ന് സ്പീഡിലാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ കുറേ ജോലികളുണ്ടെന്ന് വിചാരിച്ചു വെച്ചിട്ട് അതൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അരിക്ക് വെള്ളം വെച്ചു. അപ്പോൾ ആദ്യം ചോറും കൂട്ടാനൊക്കെ ആക്കി വെക്കട്ടെ. ഞാൻ വിചാരിച്ചു വോട്ട് ചെയ്തിട്ട് ഒരു 8 മണിയാകുമ്പോഴേക്ക് തിരിച്ചു വന്നിട്ട് വെയിലിന് മുമ്പേ കാര്യങ്ങൾ നടത്തണം എന്നായിരുന്നു വിചാരിച്ചത്. അത് നടന്നില്ല. ഇനിയിപ്പോൾ ഏതായാലും ഉള്ളത് വേഗം ചെയ്യും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അരി കഴുകി അടുപ്പത്തിട്ട് കേട്ടോ. ഈ തവിടുള്ള അരിയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ വെക്കാറ്. എനിക്കൂട്ടനുണ്ടെങ്കിൽ ഇത് പറ്റില്ല, അവൻ അത്ര ഇഷ്ടമല്ല. ഞാനും മോനോട്ടനുമാണെങ്കിൽ ഞങ്ങൾ ഈ തവിടുള്ള അരി തന്നെ കേട്ടോ വെക്കുക, ബ്രൗൺ റൈസ്. അപ്പോൾ അത് അടുപ്പത്തേക്ക് ഇട്ട് കേട്ടോ. കുറച്ചധികം വെക്കുന്നുണ്ട്, നാളെ ദോശ ഉണ്ടാക്കാണ് വേവിക്കുന്നത്. അപ്പോൾ ദോശ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഒരു മയം കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് കുറച്ച് ചോറ് ചേർത്താൽ മതി. അപ്പോൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഒരു മയം ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് അരി അധികം ഇട്ടിട്ടുണ്ട്. വൈകുന്നേരം അരയ്ക്കാൻ കൂടെ നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇതിവിടെ കിടന്നിട്ട് വെന്തോട്ടെ, അപ്പോഴേക്കും ഞാൻ വേഗം കൂട്ടാൻ്റെ പണി നോക്കാം. കൂട്ടാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, മമ്പയറും മത്തനും കൊണ്ട് ഒരു എരിശ്ശേരി കേട്ടോ വെക്കുന്നത്. കാരണം ഇന്നലത്തെ കൂട്ടാൻ കുറച്ച് ബാക്കിയുണ്ട്, പിന്നെ പപ്പടം ഉണ്ട്, അത് മതിയെന്ന് വിചാരിച്ചു. അത് ഓവറായിട്ട് കുറേ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. അതൊന്നും അടുപ്പിലും അല്ല വെക്കുന്നത്, അരി മാത്രമേ അടുപ്പത്തിടുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നതാണ് പിന്നെ ഗ്യാസിൽ വെക്കുകയാണ് കേട്ടോ. അലക്കാനുണ്ട്, അപ്പോൾ അലക്കാൻ ഞാൻ അതിൽ വെള്ളം അങ്ങനെ ആക്കുന്നുണ്ട് മിഷ്യനിൽ. കർഷകരുണ്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ട് അലക്കാനിടണം. ഞാൻ പുറത്ത് ജോലി ഉണ്ട് പറയില്ല, അപ്പോൾ പുറത്ത് ജോലിക്ക് പോകുമ്പോൾ ഈ ഡ്രസ്സ് ഇട്ടാൽ ശരിയാവില്ല. അപ്പോൾ എല്ലാം എടുത്ത് അലക്കാനിടണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, നമുക്ക് പോകെ കാണാം. അപ്പോൾ മമ്പയറും മത്തനുമാണ് കറി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മമ്പയർ എന്ത് ചെയ്യട്ടെ, ആദ്യം ഇന്നലെ പുതിർത്ത് വെച്ചതാണ് കേട്ടോ കുക്കറിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് വേഗം അടുപ്പത്തേക്ക് വെക്കട്ടെ കേട്ടോ. അടുപ്പത്തല്ല, ഗ്യാസിലാണ് വെക്കുന്നത്. അടുപ്പിൽ വെക്കാൻ നിന്നാൽ നേരം വേണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, നമ്മളെ മമ്പയർ ഒന്ന് വെന്തോട്ടെ. അതിന് ശേഷം നമുക്ക് മത്തൻ ഇടാം. മത്തനൊക്കെ കഷ്ണം മുറിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് വേവുന്ന സമയം അതെപ്പോഴും ചെയ്യുന്ന പണിയാ, മറന്നു പോകും. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് പോവുക, അപ്പൊ അതെപ്പോഴും മറന്നു പോകും. സിലിണ്ടർ ഓഫ് ചെയ്ത് വെക്കുന്നതുകൊണ്ട്. അപ്പൊ ഇത് ഇവിടെ കിടന്നാവട്ടെ. അപ്പോഴേക്ക് ഞാൻ തേങ്ങ അരക്കട്ടെ കേട്ടോ. കൂട്ടാനുള്ള തേങ്ങയും ജീരകവും കൂടെ അരയ്ക്കാൻ പോവാണേ. ഇത് മോഹനേട്ടനെ അച്ചാറിടാൻ വേണ്ടിയിട്ട് മാങ്ങ ചെറുതായിട്ട് നുറുക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അച്ചാറൊന്നും ആരും അങ്ങനെ കൂട്ടാറൊന്നുമില്ല, എന്നാലും പിന്നെ കുറച്ചിട്ട് വെക്കുന്നത് നല്ലതല്ലേ, വിഷമൊക്കെ അല്ലേ വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ നാളെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അച്ചാറിടാമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് വെക്കട്ടെ. എന്നിട്ട് ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇത് അച്ചാറാക്കി വെക്കും കേട്ടോ. ആർക്കും അച്ചാറൊന്നും അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും കുറച്ച് അച്ചാറൊക്കെ ഇഷ്ടം. അല്ലാണ്ട് ആർക്കും അച്ചാറൊന്നും ഞങ്ങൾ അങ്ങനെ അച്ചാറും അങ്ങനെ കൂട്ടാറില്ല. അപ്പം ഇതിവിടെ ഇരുന്ന് റെഡി ആയിക്കോട്ടെ. ഇത് ഞാൻ കണ്ടോ, ഇത് ഞാൻ കടുമാങ്ങയ്ക്ക് വേണ്ടിയിട്ട് മാങ്ങ ചുളുങ്ങി വന്നിട്ട് ഇതിൽ നിറച്ചുണ്ടായിരുന്നു, ഉപ്പിട്ട് വെച്ചതാണ്. ഇനിയിപ്പോൾ ഇത് കടുമാങ്ങയുടെ പണിയുണ്ട്. ഒക്കെ ഉണ്ടാക്കി വെക്കും, കൂട്ടുമൊന്നുമില്ല എങ്കിലും എല്ലാം ഉണ്ടാക്കിയിട്ട് വെക്കും. നമുക്കിപ്പോൾ എന്തെങ്കിലും പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാമല്ലോ. അപ്പം ഇത് കടുമാങ്ങയ്ക്കുള്ളത് സെറ്റാക്കാണ്. അപ്പം ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ കടുമാങ്ങയാക്കാം. അപ്പൊ നമ്മള് കൂട്ടാൻ കണ്ടില്ലേ, മത്തനൊക്കെ രാവിലെ നോക്കി തന്നിട്ടുണ്ട് കേട്ടോ മോനേട്ടൻ. ഇന്നു കഷ്ണം മുറിക്കുന്ന പരിപാടിയൊക്കെ മോനേട്ടനാണ് കേട്ടോ ചെയ്തത്. അപ്പൊ രാവിലെ തന്നെ കഷ്ണമൊക്കെ മുറിച്ച് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് പോയതാണ്. ഇനിയിപ്പോ നേരത്തെ വന്നിട്ട് നേരത്തെ ആക്കാന്നല്ലേ വിചാരിച്ചപ്പോ എല്ലാം വൈകിപ്പോയല്ലോ. ഇനിയിപ്പോ ഇത് ഞാൻ മമ്പയർ വെന്ത് കഴിഞ്ഞു, അപ്പൊ അതിലേക്ക് ഇടട്ടെ കേട്ടോ. എളുപ്പത്തിൽ അത്ര തന്നെ. ഇന്നത്തെ കൂട്ടാൻ ബാക്കിയുണ്ട്, അത് ഞാൻ തിളപ്പിച്ച് വെച്ചു കേട്ടോ. വേഗമാവുമല്ലോ, മത്തനൊന്നും പിന്നെ വലിയ വേവില്ലല്ലോ. മമ്പയർ
കുതിർത്ത് വെച്ചുകൊണ്ട് അതും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇത്തിരി ഉപ്പിടട്ടെ, കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് അങ്ങോട്ട് വേവിക്കാം. പിന്നെ അരി അടുപ്പത്ത് കിടന്ന് അങ്ങനെ തിളയ്ക്കുന്നുണ്ട്, അത് വേഗം വേവും. ആ തവിടുള്ള അരി ആയതുകൊണ്ട് വേഗം വേവുന്നുണ്ട്. നല്ല സുഖമായിട്ട് നല്ല ടേസ്റ്റാണ് ചോറൊക്കെ കഴിക്കാൻ. നീ അവൻ ഉപ്പേരി ഉണ്ടാക്കുന്നില്ല, ഉപ്പേരിയെ കൂടെ ഉണ്ടാക്കി എല്ലാം കൂടെ വേസ്റ്റ് ആയിപ്പോവും. ഇന്നലെ വാഴപ്പിണ്ടീൻ്റെ തോരനായിരുന്നു വെച്ചത്, ഇപ്പം ഇന്നും ഉണ്ട് വാഴപ്പിണ്ടി ബാക്കി ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ നാളെ വെച്ചിരുന്നപ്പോ ഞാൻ പോട്ടേയിരുന്നു, ഇത്ര മതി, എല്ലാം കൂടെ ചെയ്യാനാവില്ല. ഇനി അടിച്ചുവാരലും തുടക്കലൊക്കെ ഉണ്ട്, അത് പുറത്തെ പണി കഴിഞ്ഞ് വന്നിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. ഇപ്പോഴേ അത് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വെയിലത്ത് പുറത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് അലക്കൽ പിന്നെ മിഷ്യനിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ആയിക്കൊണ്ടിരിക്കട്ടെ. അരി കണ്ടില്ലേ, ആ തിളച്ചിട്ട് വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ആയിക്കഴിഞ്ഞാൽ അരിയും വേവും. ഇന്ന് ഞാൻ കലത്തിൽ വെച്ചില്ല, ഞാൻ സ്റ്റീലിന്റെ പാത്രത്തിൽ തന്നെ വെച്ചു. അങ്ങനെ ആവില്ല. ചുക്കുവെള്ളം ഉണ്ട്, ചുക്കുവെള്ളം എടുത്ത് ഇനി ഇങ്ങോട്ടേക്ക് വെക്കണം. ചോറ് വെച്ച് കഴിഞ്ഞിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് ചുക്കുവെള്ളം ഇതിലുണ്ട് ഏകദേശം. ഇനി അവൻ വൈകുന്നേരം വെക്കണ്ട് ചുക്കുവെള്ളം. അപ്പൊ ഇതെടുത്ത് ചൂടത്ത് വെച്ചാൽ മതി, അപ്പൊ വെള്ളം അങ്ങനെ ചൂടായിക്കോളും. അപ്പൊ കൂട്ടാൻ വെന്തു കേട്ടോ, കഷ്ണങ്ങളൊക്കെ വെന്തുണ്ട്. ഇനിയിപ്പോൾ ഞാനത് ഞാൻ അരച്ചത്, ഞാൻ കുറച്ചൊരു കഷ്ണം 2 ചുള ഉള്ളിയും ജീരകവും തേങ്ങയും കൂടെ കേട്ടോ അരച്ചത്. അപ്പം അത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. ഓൾറെഡി കൂട്ടാനിൽ വെള്ളം ഉണ്ട് കുറച്ചധികം, അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ തേങ്ങയ്ക്ക് വെള്ളമൊന്നും ആക്കുന്നില്ല. അതിൽ കുറച്ച് വെള്ളം കുറച്ചിട്ടുണ്ടാക്കുക, കാരണം മറ്റ് 2 കൂട്ടാനാണല്ലോ. അപ്പം ഇത് കുറച്ച് മുഴുത്തിട്ട് നിന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചാകുമ്പോൾ ഇതും വെള്ളമായി. ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ, കുറച്ച് ഉപ്പൊക്കെ ഉണ്ട്, നല്ല സ്വാദുണ്ട്. ഇനിയിപ്പോൾ ഇതിലൊന്നും ചെയ്യുന്നില്ല, കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് പിന്നെ ഇതൊന്ന് അടിച്ചു വെക്കുക, അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കൂട്ടാനുമായി ഇനി അരി വാർക്കേ വേണ്ടു. ഇനി ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവാ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ, വറവൊന്നും ഇടുന്നില്ല, കുറച്ച് ഒരു തുള്ളി വെളിച്ചെണ്ണ ഇങ്ങോട്ടാക്കി അങ്ങനെ. അപ്പം ഇത് അടച്ചു വെച്ചു. പിന്നെ നമ്മളെ സിലിണ്ടർ ഓഫാക്കി വെക്കും. ഞാനിപ്പോൾ എപ്പോഴും ഓഫാക്കി വെക്കും. സിലിണ്ടർ എനിക്ക് ഒരു പേടിയാണ്. അന്ന് ഞങ്ങളിപ്പോൾ ഒരാൾക്ക് ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഗ്യാസ് പൊട്ടിത്തെറിച്ചു വന്നു. ഇപ്പോൾ കഷ്ടകാലത്ത് നമ്മൾ ഇതോട്ട് അറിയാതെ ഓണാക്കി പോയി എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അറിയില്ലല്ലോ. അതുകൊണ്ട് അടുക്കളയിലെ പണി കഴിഞ്ഞാൽ സിലിണ്ടർ ഓഫാക്കി വെക്കുക, അതാണ് ഇപ്പോഴത്തെ പുതിയ നയം. ഇപ്പം ഗ്യാസ് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് കേട്ടോ. ഞാൻ കൂടുതലും അടുപ്പന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കല്. ഇപ്പം ഞാൻ പക്ഷെ വീഡിയോ ഇപ്പം അങ്ങനെ ഇടാറില്ല, കുറേ ആയി ഞാൻ ലോങ് വീഡിയോ, എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. വെറും ലൈവ് മാത്രമാണ് നടത്താറ്. അപ്പോൾ ഇനി നമുക്ക് പുറത്ത് കാണാം. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ പുറത്തേക്ക് ഇറങ്ങാം. അപ്പം അതിന് മുമ്പ് അലക്കൽ നടന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അലക്കൽ നടക്കട്ടെ. അപ്പം ഇതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റു 2 ജോലിയും ചെയ്യാമല്ലോ. അപ്പോൾ പുറത്തുനിന്ന് അലക്കാനൊന്നും സമയമില്ല. അപ്പം നമുക്ക് അലക്കൽ ഇവിടെ നടക്കട്ടെ. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി പഴയ ഡ്രസ്സ് ഇട്ടിട്ടോ. കാരണം എന്താ അറിയോ, മണ്ണിൽ അങ്ങനെ പോകുന്നല്ലേ, വിറകൊക്കെ എടുക്കാൻ പോവാണ്. അപ്പോൾ ചളിയാവും നല്ലതിട്ടല്ല. അതുകൊണ്ട് പഴയ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഇനി അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം ഇതിവിടെ കിടന്നിട്ട് അലക്കിക്കോട്ടെ. ഇതാണ് വിറക് വരേൻ്റെ അവസ്ഥ. കഴിഞ്ഞ വർഷം എല്ലാം ക്ലീനാക്കി നല്ല വൃത്തിയിൽ വെച്ചതാണ്. ഇപ്പം അതിൽ ഇല്ലാത്ത സാധനങ്ങളില്ല, എല്ലാ ആക്രികളും ഉണ്ട്. ഇനി ഈ വർഷവും ഈ വിറകിന് എന്ത് വയ്ക്കും, നല്ല വൃത്തിയാക്കി വെക്കും. അതിനുശേഷം അടുത്ത വർഷം ഇതേ ജോലി തന്നെ ചെയ്യും കേട്ടോ. വിറക് വരെയായിട്ട് ഞങ്ങൾ എടുത്തില്ല, കുറച്ച് വിറകൊക്കെ ഉള്ളൂ. അപ്പോൾ ഉള്ള സാധനമൊക്കെ വെക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്നിങ്ങനെ വലിച്ചു കെട്ടി അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് വൃത്തിയാക്കി വെക്കണം, ഒക്കെ ഒന്ന് ചെതലൊക്കെ തട്ടി വെക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയില്ല, നോക്കട്ടെ. അപ്പോൾ ഇനി ഈ ഒരു പണിയാണ് കേട്ടോ ചെയ്യാൻ പോണത്.
ഞങ്ങൾ വിറക് വരേൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങോട്ട് വന്നത്. ഞാൻ മാത്രമല്ലേ ചെയ്യുന്നത്, മോഹനേട്ടൻ ചെയ്യുന്നുണ്ട്. മോഹനേട്ടന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലായിട്ടാട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഇതിൻ്റെ ഓലയെല്ലാം ആദ്യം വെട്ടിയിട്ട് മേലെ കൊണ്ടച്ച് അതിട്ട് കെട്ടി വെച്ചതാണേ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കുറച്ച് മട്ടലുണ്ടായിരുന്നു. അപ്പോൾ ആ മട്ടലും കൂടെ തറച്ച് അതും കൂടെ വിറക് വരയിലാക്കിയാൽ ഏകദേശമായി. ഒരുപാട് മട്ടലൊന്നുമില്ല, എങ്കിലും കുറച്ച് മട്ടൽ. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കരുത് കേട്ടോ. എൻ്റെ കൂടെ മോഹനേട്ടനുണ്ട്. മോഹനേട്ടൻ നല്ല ഹെൽപ്പായിട്ടുണ്ട്. മോഹനേട്ടനാണ് ഞാൻ ഇവിടുന്ന് വെട്ടിയിരുന്ന വിറകെല്ലാം എടുത്ത് കൊണ്ടുവച്ചിട്ട് പിന്നെ ഒക്കെ അട്ടിക്ക് വെക്കുന്നത്. ഇനി ഞാൻ വിറക് വരെ കാണിച്ചു തരാം കേട്ടോ. അത് കഴിയട്ടെ. മട്ടലെല്ലാം മുറിച്ച് കഴിഞ്ഞു കേട്ടോ. എല്ലാം അതിൻ്റെ ഞങ്ങളെ കുളമാണ് കേട്ടോ. പക്ഷെ ഇപ്പം അത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. പണ്ടൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. ഇപ്പം ഇല്ല. പക്ഷെ ഇപ്പോഴും നല്ല വെള്ളമുണ്ട്. അത് ഞങ്ങൾക്ക് കനാലുണ്ട് കേട്ടോ, അതിലേ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കനാലിൽ വെള്ളം വരുമ്പോൾ ഞങ്ങളെ കുളവും നിറയും. നിറച്ച് വെള്ളമുണ്ടോ, ഇങ്ങോളം വരെ എത്തും മഴക്കാലത്തൊക്കെ. പക്ഷെ ഇടിഞ്ഞു പോയി, കുറേ പറമ്പ് ഇടിഞ്ഞ് ഇതായിട്ടുണ്ട്. ഇനി കെട്ടണം. അത് ഇങ്ങനെ പോകെ കെട്ടണം എന്ന് വിചാരിക്കുക. കണ്ടില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ മട്ടലിൻ്റെ പിന്നെന്താ പറയുക ഓലയൊക്കെ കെട്ടി വെക്കുമ്പോൾ പറമ്പൊക്കെ അടിച്ചു വാരി ക്ലീനാക്കി വൃത്തിയാക്കി കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം പറമ്പൊന്നും വൃത്തികേടില്ല. കണ്ടില്ലേ, വിറക് വരെയൊക്കെ വൃത്തിയാക്കിട്ടോ. ഒരുപാട് വൃത്തിയൊന്നും ആവില്ല, കാരണം അങ്ങനത്തെ വിറക് വരെയാണല്ലോ. അപ്പോൾ ചകിരിയൊക്കെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ടു. പിന്നെ വിറക് ഇനി കുറച്ചുകൂടെ ഉണ്ട് വെട്ടാൻ. അതിനി വൈകുന്നേരമാണ് ചെയ്യുക. ഇപ്പം അത്രയേ ആവുന്നുള്ളൂ. പിന്നെ ഇത് വെണ്ണീരും തേങ്ങയും ഒക്കെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ വേസ്റ്റ് ആക്രിക്കാർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിറക് വരെ ആയതുകൊണ്ട് ഇത്രയും വൃത്തി ഉണ്ടാവുള്ളത്. എങ്കിലും അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. ഇനി ഞാൻ പോയിട്ട് കുളിക്കട്ടെ. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലും വെള്ളം. മോനേട്ടനും ഇപ്പോൾ ചായ കുടിക്കില്ല. ഞങ്ങൾ രണ്ടാളും പാലും വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. കാരണം നല്ല ഇപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അലക്കി കഴിഞ്ഞു. കഴിയുമ്പോഴേക്കും അലക്കൽ കഴിഞ്ഞു. അപ്പം ഇനി അതെല്ലാം ആറിയിടണം. പിന്നെ ചോറ് ഞാൻ അതിൻ്റെ ഇടയിൽ അരി വന്നിട്ട് ചോറ് ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എടുത്തില്ല, കാരണം നമ്മൾ ജോലി ചെയ്തതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വീഡിയോ എടുക്കൽ നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ജോലി തീരട്ടെ എന്നല്ലേ വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇത് ആറിയിടട്ടെ കേട്ടോ. ഇത് അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ആറിയിട്ട് കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. ഇനി ഒരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി പറഞ്ഞാൽ അടിച്ചു വാരി തുടയ്ക്കലാണ്. പക്ഷെ ഇന്നലെ ഞാൻ എല്ലാം കംപ്ലീറ്റ് അടിച്ചു വാരി വൃത്തിയാക്കി തുടച്ചതുകൊണ്ട് വലിയ പൊടിയൊന്നുമില്ല. ഇനി അത് ഉച്ചയ്ക്ക് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. ഇപ്പം സമയം 2:15. അപ്പം ഞങ്ങൾ വിചാരിച്ചില്ല ഇത്ര ഒരു ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ ഈ ജോലികളൊക്കെ തീരുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഒരു 1:15-1:30യോടുകൂടെ ഞങ്ങളെ ജോലികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഊണ് കഴിക്കാം. അപ്പോൾ വലിയ വൈക്കൊന്നുമില്ല, വിശപ്പൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിശപ്പ് കുറയുമല്ലോ. അതുകൊണ്ട് വലിയ വിശപ്പൊന്നുമില്ല. അതിനിടയിൽ ഞങ്ങൾ ഓരോ പാൽവെള്ളവും റസ്കോ ഒക്കെ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വിശപ്പൊന്നുമില്ല. എന്നാലും ഊണ് കഴിക്കാം. അപ്പം ചോറും മോണിറ്റർ ആദ്യം ചോറാണ് കേട്ടോ. നല്ല ചോറ്, പിന്നെ നമ്മുടെ മമ്പയർ മത്തൻ കൂട്ടാനുണ്ട്. പിന്നെ ഇന്നലത്തെ കേട്ടോ ചക്കക്കുരു മാങ്ങയും വെള്ളക്കയും കൂടെ കൂട്ടാൻ. ഇത് കളയാൻ പറ്റില്ല, നല്ല കൂട്ടാനായിരുന്നു. അപ്പൊ അതുമായിട്ടോ. അപ്പൊ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, കുറേ ദിവസമായി വീഡിയോ ഇടാത്ത, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. പിന്നെ എന്താ, ഇനി ഞാൻ ലൈവിൽ വരാം അല്ലേ. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് ലൈവ് പോകണമെന്നുണ്ട്. ഇപ്പോൾ സമയം 2:30 ഇനിയിപ്പോൾ സാധാരണ 2 മണി 8 മണി സമയത്താണ് ലൈവ് പോകാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.